നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്താലുണ്ടാകുന്ന കുഴപ്പങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലോട്ട് ടൈം ട്രാവൽ ചെയ്യുവാൻ സാധിക്കുമോ? നാം എല്ലാവരും ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, ജന്മദിനങ്ങൾക്കിടയിൽ നാം 1 വർഷം യാത്ര ചെയ്യുന്നു. നാം എല്ലാവരും ഒരേ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്, സെക്കൻഡിൽ 1 സെക്കൻഡ് എന്ന തോതിൽ. എന്നിരുന്നാലും ടൈം ട്രാവലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം സാധാരണയായി സെക്കൻഡിൽ 1 സെക്കൻഡിനേക്കാൾ വേഗത്തിൽ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അത്തരത്തിലുള്ള ടൈം ട്രാവൽ നിങ്ങൾ സിനിമകളിലോ സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങളിലോ മാത്രമാണ് കാണുന്നത്. ഇത് യഥാർത്ഥമായിരിക്കുമോ? യാഥാർത്ഥ്യമാണെന്നാണ് സയൻസ് പറയുന്നത്. 100 വർഷത്തിലേറെ മുൻപ് പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ സമയം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു ആശയം കൊണ്ടുവന്നു. അദ്ദേഹം അതിനെ റിലേറ്റിവിറ്റി എന്ന് വിളിക്കുന്നു. ടൈമും സ്പേസും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ സിദ്ധാന്തം പറയുന്നു. നമ്മുടെ പ്രപഞ്ചത്തിന് വേഗത പരിധിയുണ്ടെന്നും ഐൻസ്റ്റീൻ പറഞ്ഞു. പ്രകാശ വേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുവാനും ആർക്കും കഴിയില്ല. ശരി, പക്ഷേ ഇതും ടൈം ട്രാവലും തമ്മിൽ എന്താണ് ബന്ധം? ഐൻസ്റ്റീന്റെ ഈ സിദ്ധാന്തമനുസരിച്ച് നിങ്ങൾ എത്ര വേഗത്തിൽ യാത്ര ചെയ്യുന്നുവോ അത്രയും തന്നെ സമയത്തിന്റെ വേഗതയും കുറയുന്നു. ഇത് ശരിയാണെന്ന് കാണിക്കാൻ ശാസ്ത്രജ്ഞർ ചില പരീക്ഷണങ്ങൾ നടത്തി. ഒരേ സമയം 2 ക്ലോക്കുകൾ ഉപയോഗിച്ച് ചെയ്ത പരീക്ഷണമാണത്. ഒരു ക്ലോക്ക് ഭൂമിയിലും ഒരു ക്ലോക്ക് പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിലുമായിരുന്നു. വിമാനം ലോകമെമ്പാടും പറന്നതിന് ശേഷം ശാസ്ത്രജ്ഞർ 2 ക്ലോക്കുകൾ താരതമ്യം ചെയ്തു. അതിവേഗം സഞ്ചരിക്കുന്ന വിമാനത്തിലെ ക്ലോക്ക് ഭൂമിയിലെ ക്ലോക്കിനെ അപേക്ഷിച്ച് അല്പം മുൻപിലായിരുന്നു. അതിനാൽ വിമാനത്തിലെ ക്ലോക്ക് സെക്കൻഡിൽ 1 സെക്കൻഡിനേക്കാൾ അല്പം കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുകയായിരുന്നു.